നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോൺ ബോക്സോ ഐഡിയിൽ നിന്ന് ആര്യയ്ക്ക് ആരാണ് മെയിൽ അയച്ചത് എന്ന വിവരങ്ങൾ പോലീസിന് ഇന്ന് ലഭിക്കും. ഏത് സെർവറിൽ നിന്നാണ് ഇവ വന്നത് എന്ന വിവരം ഗൂഗിളിൽ കൈമാറും. ഈ വിവരങ്ങൾ ലഭിക്കുന്നതോടെ ആരുടെ പ്രേരണയിലാണ് അവർ ഈ ജീവിതം തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. നവീൻ തന്നെയാണ് ഡോൺ ബോക്സ്കോ എന്ന വ്യാജ ഇമെയിൽ ID കൈകാര്യം ചെയ്തിരുന്നത് എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് സംഘമുള്ളത്. അതിനിടെ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾ അണിയുന്ന ഷോളുകളും കണ്ടെത്തി. കത്തികളും അന്യഗ്രഹ ജീവിയുടെ ചിത്രങ്ങളും കാറിൽ ഉണ്ടായിരുന്നു. ലോകത്ത് വൻ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും എല്ലാവരും മരിക്കുമെന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ട് അന്യഗ്രഹത്തിലെത്താമെന്നും ഇവർ വിശ്വസിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. ഇങ്ങനെയാവാം അരുണാചലിലെ സിറോ തിരഞ്ഞെടുത്തത് എന്നാണ് അവർ പറയുന്നത്. നവീനാണ് കടുത്ത അന്ധവിശ്വാസം പിന്തുടർന്നത്. പിന്നീട് ദേവിയും ആര്യയും ഇയാൾ പറയുന്നത് വിശ്വസിക്കുകയായിരുന്നു. മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന വ്യക്തിയായിരുന്നു ആര്യ. ഇതാകാം നവീൻ തുണയായത് എന്നാണ് പോലീസ് പറയുന്നത്. മരിച്ചവരുടെ വീടുകൾ പോലീസ് പരിശോധിച്ചു എന്നും മെയിൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടുകൂടി അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയെന്നും DCP P നിതിൻ രാജ് പറഞ്ഞു. പ്രളയം വന്ന ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജീവിക്കണമെന്നും അരുണാചലിൽ ജീവനൊടുക്കിയവർ വിശ്വസിച്ചു എന്ന് തന്നെയാണ് പോലീസ് അവസാനവും വിശ്വസിക്കുന്നത്. ഈ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ജീവനൊടുക്കിയ നവീൻ തന്നെയെന്നും പോലീസ് വ്യക്തമാകുന്നു. പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുക്കുന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. മൂവരുടെയും കഴിഞ്ഞ 4 വർഷത്തെ ജീവിതചര്യകൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒരു നാൾ പ്രളയം വരും, ലോകം നശിക്കും. അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീന്റെ വിശ്വാസം. ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത മറ്റൊരു ലോകമുണ്ട് എന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. 1.5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു. ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ചും നവീൻ തിരക്കിയിരുന്നു. തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങളും ആയുധങ്ങൾ, ടെന്റ്, പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങി. ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പർവ്വതത്തിന് മുകളിലെ ജീവിതത്തിനപ്പുറം പുനർജന്മത്തിനായി ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിൽ മാത്രമാണ് മൂവരും അരുണാചലിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്.